പാക്ക് ചെയ്ത ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും പഞ്ചസാരയ്ക്ക് പരിധി നിശ്ചയിച്ചു കേന്ദ്ര സർക്കാർ. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനാണ് മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. ഇതിനെതിരെ കമ്പനികൾ രംഗത്തുവന്നു. ഇന്ത്യൻ കൌൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് NIH. 13 വർഷത്തിന് ശേഷമാണ് ഇവർ മാർഗനിർദ്ദേശം പരിഷ്കരിക്കുന്നത്. ശീതളപാനീയങ്ങൾ, ജ്യൂസുകൾ, ബിസ്ക്കറ്റുകൾ, ഐസ്ക്രീം തുടങ്ങിയവയൊക്കെ മാർഗനിർദ്ദേശം ബാധകമാകുന്നവയാണ്. നിർദ്ദേശം കർശനമായി നടപ്പാക്കിയാൽ വിപണിയിലുള്ള മിക്കവാറും ഉൽപ്പന്നങ്ങളുടെയും ചേരുവകളിൽ മാറ്റം വരുത്തേണ്ടിവരും. ഉയർന്ന തോതിൽ കൊഴുപ്പും പഞ്ചസാരയും ഉപ്പും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കേണ്ടതാണെന്നുള്ള അറിവുണ്ടെങ്കിലും ഓരോന്നിന്റെയും കൃത്യമായ പരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളിലടക്കം വർദ്ധിച്ചുവരുന്ന പൊണ്ണത്തടിയും പ്രമേഹവും ഉൽപ്പന്നങ്ങളിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് കൊണ്ടാണെന്ന് വിമർശനമുയർന്നിരുന്നു. ശിശുക്കൾക്ക് നൽകുന്ന ഫോർമുലകളിൽ വരെ വലിയ തോതിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളതായി ഈ വർഷം റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നതു പ്രകാരം ഖര ഉൽപ്പന്നങ്ങളിൽ ലഭിക്കുന്ന ഊർജ്ജത്തിന്റെ 10% വരെ മാത്രമേ പഞ്ചസാരയിൽ നിന്നും ഉണ്ടാകാൻ പാടുള്ളൂ. പാനീയങ്ങളിൽ ഇത് 30%. നിർദ്ദേശങ്ങൾക്കെതിരെ 10 ദിവസത്തിനുള്ളിൽ കമ്പനികൾ സംയുക്തമായി ICMRനെ സമീപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.